ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ കാണുന്ന പലതരത്തിലുള്ള തുളസി ചെടികളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. കാട്ടു തുളസി, വൈൽഡ് ബേസിൽ അഥവാ ആഫ്രിക്കൻ ബേസിൽ എന്നും കാട്ടുതൃത്താവ് എന്നും അറിയപ്പെടുന്ന ഒരു തുളസി ചെടിയാണ് ഈ കാട്ടുതുളസി. നമ്മുടെ പറമ്പുകളിലും വഴിയോരങ്ങളിലും തനിയെ വളരുന്ന ചെടിയാണിത്. ഇതിന് വനതുളസി എന്നും പേരുണ്ട്. ഇത് സാധാരണ തുളസിയെക്കാട്ടിലും അല്പം ഇലയ്ക്ക് വലിപ്പം കൂടുതലാണ്. ഇതിൻ്റെ തീക്ഷ്ണമായ ഗന്ധം കാരണം കൊതുകുകളും മറ്റു പ്രാണികളെയും അകറ്റി ഓട്ടിക്കാൻ ഇത് സഹായിക്കും. ഇതിൻ്റെ രൂക്ഷഗന്ധം ആയുർവേദത്തിൽ ത്വക്ക് രോഗങ്ങൾക്കും അസുഖങ്ങൾക്കും ഇത് മരുന്നായി ഉപയോഗിക്കപ്പെടുന്നതായി പറയപ്പെടുന്നു. ഇതിൻ്റെ പൂക്കൾക്ക് മറ്റ് തുളസിയെക്കാട്ടിലും അല്പം വലിപ്പം കൂടുതലാണ്. പൂക്കൾക്ക് മാത്രമല്ല, ഇലകളും കുറച്ച് സൈസിൽ വലുതാണ്. കാട്ടുതുളസി സാധാരണയായി പൂജയ്ക്ക് ഉപയോഗിക്കാറുണ്ടെങ്കിലും ഔഷധ ഗുണമുള്ളത് എന്നാണ് ആയുർവേദത്തിൽ പറയപ്പെടുന്നത്. രാമതുളസി അഥവാ ഗ്രേറ്റ് ബിസിൽസ്, ഇതിന് ഇളം നിറത്തിലുള്ള പച്ച ഇലകളാണ്. പിന്നെ വെളുത്തതോ അതോ വയലറ്റ് നിറത്തിലുള്ള പൂക്കളും ഇതിൽ കാണാറുണ്ട്. രാമതുളസിക്ക് കൃഷ്ണ തുളസിയേക്കാൾ എരിവ് കുറവും എന്നാൽ കൂടുതൽ മണവുമാണുള്ളത്. ചില സ്ഥലങ്ങളിൽ ഇത് ചായകളിലും മറ്റും ചേർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. ഈ പാചകങ്ങളിലും ചില സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാനിത് കണ്ടിട്ടുള്ളതാണ്. കൃഷ്ണ തുളസി അഥവാ ഹോളി ബെസിൽസ്, പേര് പോലെ തന്നെ ഇത് ഇംഗ്ലീഷിലെ പേരാണ് ഹോളി ബെസിൽസ്. ഇതിൻ്റെ തണ്ടുകൾക്കും പൂവുകൾക്കും കടും നീല നിറം അല്ലെങ്കിൽ വയലറ്റ് നിറമാണ് ഇതിന് ഉള്ളത്. കൃഷ്ണ തുളസിയാണെങ്കിൽ ചുമയ്ക്കും ജലദോഷത്തിനും തൊണ്ടവേദന എന്നിവയ്ക്ക് തുളസിയിട്ട വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതും ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും. വീട്ടിനു ചുറ്റും തുളസിച്ചെടി നട്ടു വളർത്തുന്നത് വായു ശുദ്ധീകരണത്തിനും കൊതുകുകളായിട്ട് തന്നെ സഹായിക്കും. ഇതിൻ്റെ പൂക്കൾ ഉണങ്ങി നിൽക്കുന്നത് ചെടിയുടെ ആയുസ്സിനെ ബാധിക്കും. അതുകൊണ്ട് ഇവ നുള്ളിക്കളയുന്നത് കൂടുതൽ ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് രാമതുളസിയേക്കാൾ ഔഷധവീര്യം കൂടുതൽ ആണെന്നാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി, ഒരു വിജ്ഞാനപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം.